സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുകയാണല്ലേ. കയ്യിലുള്ള ഈ റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ വെച്ച് എന്താണ് അവിടെ നടക്കുന്നത്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്ന് നോക്കാം. തീർച്ചയായും. ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സാധാരണ ഉപതെരഞ്ഞെടുപ്പല്ല എന്ന് വ്യക്തം. ശരിക്കും സംസ്ഥാന രാഷ്ട്രീയത്തില് ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. ഓഹോ. അതെ, പ്രധാനമായിട്ടും എന്താ പറയാ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF, പിന്നെ ഐക്യജനാധിപത്യ മുന്നണി UDF, ഇവർ തമ്മിലാണ് ശരിക്കും കടുത്ത മത്സരം. അതെ, അത് കാണുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് LDF ഇവിടെ ജയിച്ചാൽ അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്ക് വലിയൊരു ഊർജം കൊടുക്കും എന്നാണ്. ചിലപ്പോ UDFന്റെ നിലനിൽപ്പിനെ വരെ ബാധിച്ചേക്കാം എന്നും പറയുന്നു. അത് കാര്യമായിട്ട് എടുക്കേണ്ട പോയിന്റ് ആണല്ലോ. അപ്പോ ഈയൊരു പ്രാധാന്യം പ്രചാരണത്തിൽ കാണുന്നുണ്ടോ നിങ്ങളുടെ ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ? ഉണ്ട്. ഇരുമതി വണ്ടികൾ നല്ല സജീവമായിട്ട് രംഗത്തുണ്ട്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ 14 പേരുണ്ട് മത്സരത്തിന് എന്നും പറയുന്നു. ബാക്കിയുള്ളവരത്ര ഒരു സജീവമല്ല എന്നൊരു സൂചനയും കിട്ടുന്നുണ്ട്. 14 പേര്? ശരിയാണ്. പ്രചാരണത്തിൽ ഏറ്റവും ഒരു ശ്രദ്ധേയമായ കാര്യം വലിയ നേതാക്കളുടെ സാന്നിധ്യമാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങി. ഓ, മുഖ്യമന്ത്രി തന്നെയോ? അതെ, കൺവെൻഷനിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് സ്വരാജ്, ഞങ്ങളവിടെ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചഴിക്കുക എന്നൊക്കെ. സ്വരാജിന്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. മുഖ്യമന്ത്രി ഇനിയും വരും എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറുമൊരു വാർഡ് ഇലക്ഷൻ അല്ല. സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നതിന്റെ തെളിവായിട്ട് ഇതിനെ കാണാം. ഈ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള വരവ്, അത് പറഞ്ഞ പോലെ സംസ്ഥാന ഭരണത്തിന്റെ ഒരു വിലയിരുത്തലായിട്ട് LDF ഇത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാവോ? സ്വരാജിന്റെ ആ ഒരു ഇമേജ് ഉയർത്തുന്നത് അതിന്റെ ഭാഗമാണോ? അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഈ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഒരു മുനിസിപ്പൽ വാർഡിലെ ഇലക്ഷന് മുഖ്യമന്ത്രി നേരിട്ട് വരുന്നത് അത്ര പതിവില്ലല്ലോ. ശരിയാണ്. അപ്പോൾ അത് LDF എത്രത്തോളം വിജയസാധ്യത കാണുന്നു, അല്ലെങ്കിൽ വിജയം എത്ര അനിവാര്യമായി കാണുന്നു എന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. അപ്പോ അപ്പുറത്തെ UDF ക്യാമ്പിലും ഒരുക്കങ്ങൾ മോശമല്ല എന്ന് തോന്നുന്നു. ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി കോൺഗ്രസ് നേതാവ് വയനാട് MP പ്രിയങ്ക ഗാന്ധി വന്നേക്കാമെന്നൊരു വാർത്തയുണ്ടല്ലോ. അതെ. ജൂൺ 9, 10, 11 തീയതികളിൽ അവർ കേരളത്തിലുണ്ട്. അതിലൊരു ദിവസം നിലമ്പൂരിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് ഈ കിട്ടിയ വിവരങ്ങൾ പറയുന്നത്. അത് വന്നാൽ വലിയ വാർത്തയാവൂ അല്ലേ? തീർച്ചയായും. പ്രിയങ്കാ ഗാന്ധി വന്നാൽ അത് UDF പ്രവർത്തകർക്ക് വലിയൊരു ആവേശമാകും. മുഖ്യമന്ത്രിയുടെ പ്രചാരണത്തിന് ഒരു മറുപടി പോലെയുമാകും അത്. ശരിയാണ്. അതോടൊപ്പം അബ്ദുസമദ് സമദാനി MP, K സുധാകരൻ MP, ഇവരൊക്കെ സജീവമായിട്ട് തന്നെ ഉണ്ട്. പഞ്ചായത്ത് തല പര്യടനമൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ വേറെ ചില പ്രാദേശിക രാഷ്ട്രീയ കാര്യങ്ങളും കേൾക്കുന്നുണ്ടല്ലോ. ഈ PV അൻവറിനെ പറ്റി ചില വിവരങ്ങൾ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ സഹോദരൻ NCP നേതാവ് PV അജ്മൽ അൻവറിനെ ഇടതുപക്ഷത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത. അതുപോലെ ആം ആദ്മി പാർട്ടി ഒരു മൂന്നാം മുന്നണി സാധ്യത വേണ്ടെന്ന് വെച്ചത് അൻവറിന് തിരിച്ചടിയായി എന്നും ചിലയിടത്ത് പറയുന്നു. ഈ ലോക്കൽ വിഷയങ്ങൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ടാവും? പ്രാദേശിക വിഷയങ്ങൾക്ക് എപ്പോഴും അതിൻ്റെതായ സ്ഥാനമുണ്ട് തെരഞ്ഞെടുപ്പില്. ഈ PV അൻവറിന് ചുറ്റിയുള്ള ഈ നീക്കങ്ങളൊക്കെ അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിനെ എങ്ങനെ ബാധിക്കുമെന്ന് അതിപ്പോ പറയാറായിട്ടില്ല. ശരിയാണ്. പക്ഷേ മുന്നണി രാഷ്ട്രീയത്തിൽ ഇത്തരം ചില വ്യക്തിപരമായ കാര്യങ്ങൾക്കും ചിലപ്പോൾ ഒരു റോൾ ഉണ്ടാവാം. AAP നിലപാട് ഒരുപക്ഷേ ചെറിയ രീതിയിൽ വോട്ടുകളെ സ്വാധീനിച്ചെന്നും വരാം. പിന്നെ ഈ SDPI സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി എന്നൊരു വാർത്ത തെറ്റണമെന്നുള്ളൊരു തിരുത്തും നമ്മൾ കണ്ടു. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അതെ, നമ്മൾ ഈ സംസാരിക്കുന്ന വിവരങ്ങളൊക്കെ ലോകത്തെവിടെ ഇരുന്നാലും അറിയാൻ ഒരു വെബ്സൈറ്റ് തുടങ്ങിയ കാര്യവും ഇതിൽ പറയുന്നുണ്ടല്ലോ. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online. അത് കണ്ടു. വാർത്ത, വിശകലനം, ബ്ലോഗ്, അഭിപ്രായം പറയാൻ. അപ്പോ വിവരങ്ങൾ എളുപ്പത്തിൽ കിട്ടാൻ നിങ്ങളെ അത് സഹായിച്ചേക്കാം. അതെ, വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് അതൊരു നല്ല സൗകര്യം തന്നെയാണ്. അപ്പോ ഇതുവരെയുള്ള ഈ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നിലമ്പൂരിലെ ഈ പോരാട്ടം ഒരു വാർഡിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അല്ല, തീർച്ചയായും. ദേശീയ നേതാക്കൾ വരുന്നു, സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രത്യാഘാത സാധ്യത, ഇതൊക്കെ ഇതിന്റെ പ്രാധാന്യം ശരിക്കും കൂട്ടുന്നുണ്ട്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്താൽ LDFും UDFും തമ്മിലുള്ള ഒരു കടുത്ത മത്സരം അത് വ്യക്തമാണ്.
പിന്നെ മുഖ്യമന്ത്രി, ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി, ഈ വലിയ നേതാക്കളുടെ സാന്നിധ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. PV അൻവറുമായി ബന്ധപ്പെട്ട ചില പ്രാദേശിക നീക്കങ്ങൾ നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം, പിന്നെ വിവരങ്ങൾ അറിയാനുള്ള ആ ഓൺലൈൻ സൈറ്റ്, ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? ഈ ഒരു ചെറിയ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് പോലും വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ? അതെ, പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ കൂടുതലും സ്ഥാനാർത്ഥികൾ, പ്രചാരണ രീതികൾ, നേതാക്കന്മാരുടെ വരവ്, ഇതിലൊക്കെയാണ് ഊന്നലല്ലേ? ശരിയാണ്. ദേശീയ നേതാക്കളുടെ വരവിനുമൊക്കെ അപ്പുറം നിലമ്പൂരിലെ സാധാരണ വോട്ടർമാരുണ്ടല്ലോ, അവരെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ ദിവസേനയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രാദേശിക പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ കിട്ടിയ വിവരങ്ങളിൽ അതിനെപ്പറ്റി അത്ര വ്യക്തമായ സൂചനകളില്ല. അതൊരു പ്രധാന ചോദ്യമാണ്. ഒരുപക്ഷേ അന്തിമഫലത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് അത്തരം വിഷയങ്ങളോടുള്ള വോട്ടർമാരുടെ ഒരു പ്രതികരണമായിരിക്കാം. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ